ഉമ്മ പ്രസവിച്ച് ഞങ്ങളെ മുഖത്തൊക്കെ കണ്ടപ്പോൾ നമ്മൾ മക്കളെ ഹാഫിളാക്കണം വലിയാരാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഏറ്റെടുത്ത ആത്തീബ് ഇഞ്ച മക്കൾ കൊണ്ടുനടക്കണമെന്ന് ബാപ്പൻ്റെ മനസ്സ് തോന്നിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കിതാബ് എഴുതി വെച്ചാ ഉപ്പ പോയത് ഉപ്പൻ്റെ കൈ കൊണ്ട് പരമ്പര എഴുതി വെച്ചാണ് ഉപ്പ പോയത്. ഞങ്ങളെ വിട്ടുപിരിഞ്ഞത് നോമ്പ് 23-ന്റെ അന്ന് എല്ലാ മക്കളെയും വിളിച്ച് എന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ 2 കവളത്തു ഇക്കാലം വരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ റമളാനിൽ ഉംറക്ക് പോവുകയാണ്. എന്നെ ഉംറക്ക് പറഞ്ഞേക്കാണ് എൻ്റെ പിതാവ്. പോകുന്ന സമയത്ത് എൻ്റെ കൂടെ വന്ന ആളുകൾ ഇപ്പോഴുണ്ട്. നമ്മളെ ഈ മുഹമ്മദ് വലിയാർ അടക്കണ്ട് വിടാം. അവരൊക്കെ ഇങ്ങനെ സലാം പറയുന്ന സമയത്ത് എൻ്റെ പിതാവ് വർത്താനം പറയില്ലേ, എൻ്റെ പിതാവ് എൻ്റെ 2 മുഖത്തും ചുംബനർപ്പിച്ച് നെറ്റിത്തടത്തിൽ ചുംബനർപ്പിച്ച് അതെൻ്റെ ഉപ്പൻ്റെ അവസാനത്തെ ചുംബനമാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഉപ്പനെയും കെട്ടിപ്പിടിച്ച് എൻ്റെ കയ്യിലേക്ക് എൻ്റെ ഒരു ഉപ്പ ഒരു കാച്ചെടുത്ത് തന്നു. നീ ഉംറ ചെയ്ത് വാ മോനെ എന്ന് പറഞ്ഞു. അത് ഉപ്പൻ്റെ ജനാസ നിസ്കാരത്തിന് ഇമാമ് നിൽക്കാനായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഉപ്പൻ്റെ കൈ പിടിച്ചു. എൻ്റെ ഉമ്മ പറയാണ്, മോനെ നിങ്ങൾ വണ്ടി കയറി നിൽക്കുന്ന സമയത്ത് ഉപ്പ മുറ്റത്തുനിന്ന് കയറിയിട്ടില്ലട്ടോ. ഉപ്പ നിങ്ങളെ ഈ നോക്കി ഇങ്ങനെ നിന്നിട്ട് കൈ ഉയർത്തി ഇങ്ങനെ പറയാറിട്ടോ. ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. എൻ്റെ വലിയുപ്പയുടെ ഹളറത്തിലേക്ക് എൻ്റെ ഉപ്പ പോയി. അവിടുന്ന് പോയ ഞങ്ങൾക്ക് വേണ്ടി ഉപ്പ ദുആ ചെയ്തു. അവിടുന്ന് അവസാനത്തെ സിയാറത്താണത്. അതെല്ലാം കഴിഞ്ഞു. റമളാനിലാ ഞങ്ങൾ പോകുന്നത്. റമളാൻ 27-ാം രാവ് അവിടെ കിട്ടണമെന്ന് ആഗ്രഹിച്ച് പുറപ്പെട്ടതാണ്. നേരത്തെ ബദരീങ്ങളെ ഹളറത്തിൽ പോയി, മദീനയിൽ പോയി അവിടുന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു. മക്കയിലേക്ക് പുറപ്പെട്ടു. അവിടെ നിന്ന് ഉംറ കഴിഞ്ഞു. ഉംറ കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരുണ്ട്, ഈ സദസ്സ് തന്നെ ഉണ്ട്. അവിടുന്ന് കഅബൻ തവാഫ് ചെയ്യാൻ നമ്മൾ നോമ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് കഅബൻ തവാഫ് ചെയ്യാണ്. 23-ാം രാവാണെന്ന് തവാഫ് ചെയ്യുമ്പോ എൻ്റെ തോളിലിട്ട ആ ഉംറയുടെ തുണിയിലെ മോളത്തെ ഷാള് ആരോ അങ്ങ് കൊണ്ടുപോയി. ആരാ കൊണ്ടുപോയതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് പറഞ്ഞു, എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. എൻ്റെ ഉപ്പ ഒരുപാട് ലക്ഷണങ്ങൾ പറയുന്ന വ്യക്തിത്വമായി. ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളൊരു മന്ത്രവാദത്തിന് പോവുകയാണ്. പോകുന്ന സമയം ഇന്നും അവര് ജീവിച്ചിരിപ്പുണ്ട്. ഉപ്പന്റെ അടുക്കൽ വന്നിട്ട് പലരും പറഞ്ഞു, ആ രോഗം നിങ്ങൾ ചെന്നാൽ മാറും, നിങ്ങൾ മാറ്റണം. ആ മകൻ വന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ പണിയെടുക്കൂല, എൻ്റെ വാപ്പന്റെ രോഗം നിങ്ങൾ വന്നാ മാറും എന്നൊരു വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞപ്പം ഞാനും ഉപ്പനോട് പറഞ്ഞു, എൻ്റെ ഉമ്മയും പറഞ്ഞു, നിങ്ങളൊന്ന് നമ്മളെ അയൽവാസിയല്ലേ, നിങ്ങളൊന്ന് അതിന് തുനിയണമെന്ന്. എന്നാ മോനെ നമ്മൾ പോവുക എന്ന് പറഞ്ഞ് എൻ്റെ ഉപ്പ എന്നെയും കൂട്ടി ഞാനും എൻ്റെ ഉപ്പയും ആ കയ്യിൽ വേഗം പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഉപ്പന്റെ അടുത്ത് ഇസ്മ പഠിക്കാൻ വരുന്ന പലരും ഉണ്ടായിരുന്നു. ഉപ്പന്റെ വാക്കുകൾ എഴുതിയെടുക്കാൻ വരുന്ന പല ആൾക്കാരും ഉണ്ടായിരുന്നു. അവിടേക്ക് ഒരാളിങ്ങ് കയറി വരികയാണ്. ഇസ്മ പഠിക്കാൻ വേണ്ടി കയറി വരുമ്പോൾ എൻ്റെ ഉപ്പ ഇറങ്ങാൻ പോയ ഉപ്പ നേരെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, മോനെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, മൊയ്തീൻ കുട്ടി അടുത്ത ദിവസം മരിക്കും, അവൻ അടുത്ത ദിവസം മരിക്കും, ഇനി നമ്മൾ പോവേണ്ടതില്ല. ഞാനും എൻ്റെ ഉമ്മയും മുഖത്തോട് മുഖം നോക്കിയിട്ട് ചോദിക്കുക, എന്താ ഉപ്പ ഇങ്ങനൊരു വാക്ക് പറയുന്നത്? ഉപ്പ എന്താ അസ്രായേലാണോ? ഞാൻ ചോദിച്ചതാണ്, എൻ്റെ ഉമ്മ കേട്ടതാ. ഇപ്പൊ ഉണ്ട് ഉമ്മ, അള്ളാഹു ഉമ്മന്റെ ദർജ ഉയർത്തട്ടെ. ഉപ്പ എന്ത് വർത്താനാ പറയുന്നത്? അയാളെ രോഗമൊന്നും മാറ്റിക്കൊടുക്കാനുള്ള ശ്രമല്ലേ നടത്തേണ്ടത്? അവിടുന്ന് 3 ദിവസമായിട്ടില്ല, 2 ദിവസമാകുമ്പോഴേക്കും അദ്ദേഹം മരിച്ച റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പിതാവിനോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആ സമയത്തിന്റെ തുണി ആ സിയാറത്തിൽ അങ്ങ് പോയി, നഷ്ടപ്പെട്ടു പോയി. ഞാൻ നേരെ കയറി തവാഫ് പൂർത്തീകരിച്ച് കയറി മത്താഫിൽ വന്ന് അവിടെ ഇരുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചു. എൻ്റെ വാപ്പ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഞാൻ ജിദ്ദയിലേക്ക് പോവുകയാണ്. എൻ്റെ പാസ്പോർട്ട് എടുക്കണം. എൻ്റെ കൂടെ കണ്ണൂരിലുള്ള ഒരു ചെറുപ്പക്കാരുണ്ട്, ഇനി എൻ്റെ കൂടെ വരണം. വെക്കാൻ ജിദ്ദയിലേക്ക് പോകും. ഈ മക്കത്താണെങ്കിൽ എൻ്റെ ഫോൺ ഓഫ് ആയിരിക്കും, എന്നെ വിളിച്ചാൽ കിട്ടുകയില്ല. ഞങ്ങൾ നേരത്തെ തന്നെ ലോഹർ നിസ്കരിച്ചുകൊണ്ട് ജിദ്ദയിലേക്ക് പുറപ്പെടുന്നു. KP അഹമ്മദ് കുട്ടി മാഷ മകന്റെ റൂമിലേക്ക്. അവിടെ ചെന്ന് അവിടെ നോമ്പൊറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് തുരുതരാ ഫോണാണ്. ഉംറ ചെയ്ത് നേരെ വരാൻ വേണ്ടി എൻ്റെ പിതാവ് എന്നെ പറഞ്ഞയച്ചതാണ്. അവിടുന്ന് ഞങ്ങൾ ഉംറ നിർവഹിച്ചു. അവിടുന്ന് ഞങ്ങൾ ജിദ്ദയിൽ വന്നു. ആ സമയത്ത് ഈ KPന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, പ്രശ്നം കഴിഞ്ഞിട്ട് ഉപ്പന്റെ വഫാത്ത് കഴിഞ്ഞിട്ടുണ്ട്. 23-ാം രാവിൻ്റെ അന്ന്, നോമ്പ് 23-ാം രാവിൻ്റെ അന്ന്
അവൻ എന്നോട് പറയാൻ മടി. എൻ്റെ നാട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു, എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഏത് കാലത്തായാലും ഒരാളും ഇവിടെ ജീവിക്കൂല, എല്ലാവരും പോകും, നിങ്ങളും പോവും, നിങ്ങളെ കുടുംബവും പോവും, നമ്മളെ വല്യാപ്പാരൊന്നും ഇവിടെ ഇല്ലല്ലോ, നിങ്ങളിനി എന്താ കാത്തു നിൽക്കുന്നേ? ഉപ്പ നമ്മളോട് തൽക്കാലം വിട പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് വരാൻ പറ്റെങ്കിൽ നിങ്ങൾ വരണം, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്യും, വിവരങ്ങൾ അറിയിക്കണം. അന്ന് നിങ്ങൾക്കറിയാം, ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് ടിക്കറ്റ് കിട്ടൂല. എൻ്റെ ഉപ്പൻ്റെ ഒരു കറാമത്തായിട്ട് ഞാൻ കാണുന്നു, ഗൾഫിൽ നിന്ന് ടിക്കറ്റ് കിട്ടൂല നാട്ടിലേക്ക് പോരാൻ. ഈ നോമ്പ് തുറക്കുന്ന സമയം അവിടുന്ന് 10:50 എയർ ഇന്ത്യൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട് കോഴിക്കോട്ടേക്ക്, അതിൽ സീറ്റ് ഉണ്ടാവൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പോകണം, പറന്നിട്ട് എന്തെങ്കിലും പോകണം, എൻ്റെ ഉപ്പനക്ക് കാണണം, എൻ്റെ ഉപ്പൻ്റെ മറ്റുള്ള കാര്യങ്ങളിൽ എനിക്ക് പങ്കെടുക്കണം. ഞാൻ അവിടെ മക്കത്ത് ആളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അവിടെ നിന്നു എൻ്റെ പാസ്പോർട്ടും എടുത്ത് കയ്യിലുണ്ട്. അപ്പം തന്നെ ഫോൺ ചെയ്തപ്പോൾ ഒരു സീറ്റ് ഒഴിവുണ്ട്, പെട്ടെന്ന് വന്നാൽ കിട്ടും എന്ന് പറഞ്ഞ് ഉടനെ തന്നെ വണ്ടിയിൽ കയറുന്നു. ഞാൻ മാത്രമാണ് ആ ഫ്ലൈറ്റിൽ ആദ്യമായിട്ട് കയറിയത്, പിന്നീട് ആ ബാക്കിയുള്ളവരൊക്കെ കയറുന്നത്. നല്ലൊരു സീറ്റ് കിട്ടി, എയർപോർട്ടിൽ വന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ എന്നെ കൂട്ടാൻ ഒരു ചെറുപ്പക്കാരൻ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഓടി വരുന്നു. നിങ്ങളല്ലേ തങ്ങൾ, നിങ്ങളെ കൊണ്ടുപോകാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് വണ്ടി എന്നും പറഞ്ഞ് എൻ്റെ കസ്റ്റമേഴ്സ് എന്നൊക്കെ സീൽ ചെയ്യിപ്പിച്ച് ഉടനെ തന്നെ എന്നെ കാറിൽ കയറ്റുന്നു. ഇവിടെയുള്ള വാഹിദായിരുന്നു വണ്ടിയായിട്ട് പോകുന്നത്, എന്നെ കൂട്ടാൻ വേണ്ടി വന്നത്. ഈ മൊയ്തീൻ മുസ്ലിയാരുടെ മകൻ, ഈ നാട്ടുകാരനായ വാഹിദ്, അവൻ പറയാണ്, എല്ലാ സിഗ്നലും പച്ച ലൈറ്റ് ഇങ്ങനെ കത്താണ്, ഒരു ബ്ലോക്കും ഇല്ല. 11 മണിക്ക് ഉപ്പൻ്റെ ജനാസംസ്കാരമാണ്, ആ നിസ്കാരത്തിന് നടത്തണം. എൻ്റെ കണ്ടി പറയാണ്, നല്ല കണ്ടി പോയോ? കണ്ടി പറയുന്നുണ്ട്, മഴയായിരുന്നു, നല്ലൊരു മഴ. ആ മഴ മാറിപ്പോയി, എങ്ങോട്ടാ പോയെന്ന് അറിയുന്നില്ല. ഉപ്പൻ്റെ ജനാസ വീട്ടിൽ നിന്ന് ഇറക്കുന്നതിൻ്റെ മുമ്പ് ആ മഴ അങ്ങോട്ട് നീങ്ങി എന്ന്. അല്ലാഹു വലിയ ദർജ പിതാവ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഉപ്പൻ്റെ ആ മക്കത്ത് മുത്തനബിൻ്റെ എൻ്റെ ഉപ്പൻ്റെ അടുത്തൊക്കെ പോയിട്ടിങ്ങി വാ എന്നുപ്പ കണക്കാക്കിയായിരിക്കൂ ആ ജനാസംസ്കാരത്തിന് ഞാൻ എത്തുന്നത്. വേറൊരു ജോലിക്കോ വേറൊരു പ്രവർത്തനത്തിനോ ഞാൻ പോയിട്ടില്ല. നേരെ പള്ളിയിലേക്കാണ് ഞാൻ വന്നത്. വീട്ടിൽ കയറി ജനാസയോടുകൂടെ പള്ളിയിലേക്ക് വന്ന് എൻ്റെ ഉപ്പക്ക് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു. ഞാൻ നോക്കുമ്പോൾ അലി ബാഫക്കി തങ്ങളുണ്ട്, ബഹുമാനപ്പെട്ട ചെറിയ ഉസ്താദുണ്ട്, പരികൽമാന്മാരായ ഒരുപാട് പണ്ഡിതന്മാർ സാദാത്യങ്ങളും അവിടെ അണിനിരന്ന് കാത്തു നിൽക്കുകയാണ്. ആ വേലത്ത് സാദാത്യങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. അവിടുന്ന് ജനാസംസ്കാരം നിർവഹിച്ചു, പിന്നെയും നിസ്കരിച്ചു. അതൊക്കെ വലിയ ദർജ നൽകുമാറാവട്ടെ. എ പി ഉസ്താദ് അന്ന് ഇവിടെ അല്ല, പിറ്റേന്ന് നേരം വിളിക്ക് എ പി ഉസ്താദ് വന്നു. പിന്നീട് പറഞ്ഞു, 40-ന് ഞാൻ വരും, എന്നെ വിളിക്കണം. 40 ഞങ്ങൾ പറഞ്ഞിട്ടില്ല എ പി ഉസ്താദിൻ്റെ തിരക്ക് കാരണോ, പക്ഷേ എ പി ഉസ്താദിൻ്റെ ദിവസം മറന്നിട്ടില്ല. അന്ന് എവിടെയോ ദൂര സ്ഥലത്ത് പോകാനുണ്ട്. ഉച്ച സമയത്തേക്ക് വീട്ടിലേക്ക് വരുന്നു. എ പി ഉസ്താദ് പറയുന്നു, തങ്ങളെ വിളിക്കണം, ഞാൻ എന്തോ ഒരു കാര്യത്തിന് ഇവിടേക്ക് വന്നിട്ടുണ്ട്, തങ്ങളെ വിളിക്കണം. അവിടെയുള്ള മൊല്ലാക്കൻ്റെ മുജീബിനോട് പറഞ്ഞു, യാസീനോദി തീരുമ്പോഴേക്ക് തങ്ങൾ ഇവിടെ എത്തും. കൊയിലാട്ട് നിന്ന് ചളിക്കൂടുമ്പിലെത്തണമെങ്കിൽ എത്ര ദൂരമുണ്ട്? നജീബും ഇന്ന് സാക്ഷിയുണ്ട്. കാന്തൂർ ഉസ്താദ് പറയാ, നമ്മൾ യാസീനോദി എത്തുമ്പോഴേക്ക് തങ്ങൾ ഇവിടെ എത്തും. പറഞ്ഞതുപോലെ തന്നെ യാസീൻ്റെ വൈലഹി തുർജഊ എന്ന് പറയുമ്പോൾ ഞാൻ എ പി ഉസ്താദിൻ്റെ കൈ പിടിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് വലിയ ദർജ നൽകുമാറാവട്ടെ. അവിടുന്ന് ദുആ ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരുമായി നമ്മൾ നടക്കുമ്പോൾ ഒരു പരാജയവും നമുക്കുണ്ടാവൂല കേട്ടോ. ഒരാളെയും നമ്മൾ ഭയപ്പെടേണ്ട കേട്ടോ. ഒരാളും നമ്മളെ പരിഹസിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അത് ഗൗസുൽ പറഞ്ഞതാണ്, എൻ്റെ മുരീദാരും പരാജയപ്പെടൂല, എപ്പോഴും എൻ്റെ തണലുണ്ടാകുമെന്ന്. ആര് പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലോ, ആരതിനെ കുറ്റം പറഞ്ഞാലോ തൽക്കാലമുള്ള വാക്കുകൾ മാത്രമായിരിക്കൂ. അല്ലാഹു ആ പവർ നമുക്ക് എന്നും നിലനിർത്തി തരുമാറാവട്ടെ. എല്ലാം അല്ലാഹു